നമ്മൾ ഇനി താമരശ്ശേരി ചുരത്തിലേക്ക് ഒന്ന് പോവാണ്. കാരണം അവിടെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കുണ്ട്. 6-ാം വളവിൽ ഒരു ട്രാവലർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ റോഡിന്റെ തകർച്ചയും ഗതാഗത കുരുക്കിന് കാരണമാണ്. വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുബാറക്ക് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. മുബാറക്കെ, ഈ താമരശ്ശേരിയിൽ മിക്കപ്പോഴും ഈ വലിയ വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്നതും അവിടെ നീണ്ട ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സംഭവിക്കാറുണ്ട്. ഇന്നിപ്പോ എന്താ സ്ഥിതി, എന്താണ് അവിടുത്തെ? സേതു, അതിരൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് ഇന്നും താമരശ്ശേരി ചുരത്തിൽ എന്നുള്ളതാണ്. കാരണം കോഴിക്കോട് നിന്ന് വയനാട്ടേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. ഇവിടെ ഈ മൾട്ടി ആക്സിൽ വാഹനങ്ങളടക്കം വന്നെത്തുന്നത് വലിയ ഗതാഗത കുരുക്കുകൾക്ക് ദിനം പ്രതി സാക്ഷ്യം വഹിക്കാറുള്ളതാണ്. സേതു പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും തന്നെ ഇത്തരത്തിൽ ചെറിയ തോതിലെങ്കിലും ഗതാഗത കുരുക്ക് എല്ലായ്പ്പോഴും ഈ ചുരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ചുരം 6-ാം വളവിൽ ഒരു ട്രാവലർ കുടുങ്ങിയതാണ്. കൂടാതെ ഈ 6-8 വളവുകളിൽ റോഡിന്റെ തകർച്ചയുണ്ട്. അവിടെ നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രാവലർ കുടുങ്ങിയത് വലിയ ഗതാഗത കുരുക്കുകൾക്ക് കാരണമായി എന്നുള്ളതാണ്. ഈ രാത്രി സമയങ്ങളിൽ ചുരം കയറി ഇറങ്ങാൻ പദ്ധതിയിട്ടിട്ടുള്ള ഈ മൾട്ടി ആക്സിൽ വാഹനങ്ങളും ലോറികളെല്ലാം ഉണ്ട്. ഇവ രാത്രിയിലാകും കൂടുതൽ അതിലൂടെ സഞ്ചരിക്കാറുള്ളത്. ഇന്നലെ ഈ ട്രാവലർ കുടുങ്ങിയത് കൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളെല്ലാം പിന്നിൽ വരിവരിയായി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതോട് കൂടിയിട്ട് മുകളിലേക്കും താഴേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യമായിരുന്നു രാവിലെ പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ചെറിയ തോതിൽ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും 2 മുതൽ 8 വരെയുള്ള വളവുകളിലാണ് പ്രധാനമായിട്ടും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ് വിവരം. ഓക്കെ, ശരി മുബാറക്ക്, ശരി. അപ്പം ഇവിടെ ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് ഈ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ട്. അതും കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ബ്ലോക്കാണ് അവിടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.